ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ വീണ്ടും ഞാൻ നിൽക്കുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ മഴയാണ് അല്ലേ, ഇതൊരു മഴക്കാലം അല്ലെങ്കിലും ഒരു മഴക്കാലമായി കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, രാവിലെ മഴ, രാത്രി മഴ. പക്ഷേ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മഴക്കാറും മഴയും ചാറ്റൽ മഴയൊന്നും അല്ല കേട്ടോ, ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. അപ്പോൾ ചെടിയൊക്കെ ഇങ്ങനെ ചാഞ്ഞ കിടക്കുന്നത്, നമ്മുടെ ഈ ആപ്പിൾ ചെറിയൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു ഓടും, അത്രയ്ക്ക് ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ടേ ഭയങ്കര രസമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ, മഴയുള്ള ദിവസങ്ങൾ നമുക്ക് എപ്പോഴും തോന്നുന്നത് എന്താ, ചൂട് കാര്യങ്ങൾ കഴിക്കാനില്ല. അപ്പോൾ ഒരു നല്ല ചൂട്, ഞാൻ ചായ കുടിക്കുന്ന ആളല്ല എങ്കിലും ഞാൻ പറയുകയാണ്, നല്ല ചൂട് ചായയും പിന്നെന്താ പറയുക, എന്തെങ്കിലും നല്ല വറുവൽ കടി സാധനങ്ങൾ, കടിച്ച് കഴിക്കുന്ന എന്തെങ്കിലും പലഹാരങ്ങൾ എല്ലാം കഴിച്ചിരിക്കാൻ, കുറിച്ചിരിക്കാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനൊരു ആലോചനയിലാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്നാൽ ശരി, ഇന്ന് കാരാവട ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരാവട നിങ്ങൾ കണ്ടിട്ടുമില്ലല്ലോ, ഞാൻ എന്തായാലും നമ്മുടെ എല്ലാം ബ്ലോഗ്സിൽ കാണിച്ചിട്ടില്ല. കാരാവട എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രംകാരുടെ ഒരു സ്പെഷ്യലാണ്. ഇവിടെ അടുത്തൊരു കടയുണ്ട്, വെങ്കടേശ്വര എന്ന് പറഞ്ഞിട്ട്, വളരെ അടുത്ത്, എനിക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, നമ്മുടെ ലക്ഷ്മി നായസ് ട്രാവൽ ബ്ലോഗ്സിൽ ആ ഒരു ഹോട്ടൽ ചെയ്തിട്ടുമുണ്ട്. വളരെ പഴക്കം ചെന്ന കടയാണ്. അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യലാണ് കാരാവടയും ചമ്മന്തിയും. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ, വെജിറ്റേറിയൻ മസാല ദോശ എല്ലാം നല്ലതാണ്. എങ്കിലും ഇവിടെ ഒരുപാട് കടകളിൽ കാരാവട കിട്ടും. ട്രിവാൻഡ്രത്ത് കാരാവട ഒരു കോമൺ സംഭവമാണ്. എങ്കിലും ഏറ്റവും ഫേമസ്, ഏറ്റവും ടേസ്റ്റ്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, ഒരു യുണീക്കായിട്ട് അത് ആ ഒരു കാരാവട നമുക്ക് ആ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ ആ കടയിൽ തന്നെ വന്നിട്ട് ഈ കാരാവട രാവിലെ നല്ല ചൂടായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് വാങ്ങിയിട്ട് പോകും ചമ്മന്തിയായിട്ട്. ഞാനും ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ പാഴ്സലായിട്ടൊക്കെ. എനിക്കാരെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ വാങ്ങിക്കൊണ്ട് തരുകയും ചെയ്യും. അപ്പോൾ കാരാവട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്നേ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു. ഞാൻ അന്ന് അവിടെ ഷൂട്ടിന് പോയപ്പോൾ അവിടുത്തെ മുതിർന്ന ഷെഫായിട്ടുള്ള ആ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്തത്. പെർഫെക്റ്റായിട്ട് ഏകദേശം അവരുടെ പോലത്തെ കാരാവട നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് ഞാൻ മാജിക് ഗൗണിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ വെച്ചാൽ ഇന്ന് എന്തെങ്കിലും കാരാവട ഉണ്ടാക്കാം. ഈ ഒരു മഴ സമയത്ത് കാരാവടയും ചമ്മന്തിയും, അതിനോടൊപ്പം ഒരു മസാല ചായ എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ചായ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 2-3 കാര്യങ്ങൾ നേരത്തെ വെള്ളത്തിൽ ഇടണം. ഒന്ന് ഡൊപ്പിയരി എന്ന് പറഞ്ഞാൽ ഇഡലി അരിയാണ്. ട്രിവാൻഡ്രത്തൊക്കെ അത് ഡൊപ്പിയരി എന്നാണ് പറയുക. ഇഡലി അരി എന്ന് പറഞ്ഞ് വാങ്ങിച്ചോളൂ. അപ്പോൾ ഇഡലി അരി അത് വേണം, അത് വെള്ളത്തിലിടണം. പിന്നെ ഉഴുന്ന് വെള്ളത്തിലിടണം, തൊലിയില്ലാത്ത ഉഴുന്ന്. പിന്നെ വടപ്പരിപ്പ്. ഇത് 3 കാര്യങ്ങളാണ് കുതിരാനായിട്ട് വയ്ക്കേണ്ടത്. പക്ഷേ ഒരുപാട് നേരം കുതിരാൻ പാടില്ല. ഈ ഒരു കാരാവടയ്ക്ക് ഒരു 2 മണിക്കൂർ മാത്രം കുതിർത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ കുതിരുന്നതിനും എല്ലാത്തിനും ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കറക്റ്റ് ആ 2 അവർ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പം നിർബന്ധമായിട്ടും ഡൊപ്പിയരി അഥവാ ഇഡലി അരി തന്നെ വാങ്ങണം. അല്ല വെറുതെ പച്ചരിയിൽ ചെയ്താൽ അത്ര നന്നാവില്ല. പിന്നെ ചിലരൊക്കെ ഉണ്ടാക്കും, പച്ചരി മാവ് പൊടിയിൽ പച്ചരിയുടെ അരിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യും. അതിനൊന്നും ഈ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടാറില്ല. അങ്ങനെയും ചെയ്യാം, അതും ഒരു കാരാവടയാണ്. പക്ഷേ ഈ കാരാവടയാവില്ല അത്. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ 2 മണിക്കൂർ മുന്നേ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ വേറെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, മുളക് തരിയായിട്ട് അരച്ചും ചേർക്കുന്നത്. വറ്റൽ മുളക് വെള്ളത്തിൽ കുതിർത്ത് ഇതിനോടൊപ്പം തന്നെ കുതിരാനിടാം. അപ്പോൾ അതിങ്ങനെ കുറച്ച് അരിഞ്ഞ് കുറച്ച് അതിൻ്റെ പീസസൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതും ഒരു ഭംഗിയാണ്, അത് ഇതിനകത്തുള്ളതാണ്. പിന്നെ വടപ്പരിപ്പ് അതിനകത്ത് മുഴുവനെ ഇടുന്നതുമുണ്ട്, അതും ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ മേക്കിങ്ങിലേക്ക് കയറാം. കാരാവടയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതായത് ഇതിപ്പോൾ 2 മണിക്കൂർ കുതിർത്താൽ മതി, അതിൽ കൂടുതൽ കുതിർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഡൊപ്പിയരി, അതായത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന അരിയാണ്. ഇത് 2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. 2 hours-ആയി. പിന്നെ ഇത് ഉഴുന്നാണ്, മുഴുവൻ ഉഴുന്ന്. ഇത് ഒരു 4 ടേബിൾ സ്പൂണേ ഉള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ തോന്നില്ലേ, കുതിർന്ന് കഴിയുമ്പോൾ കൂടുതലായിട്ട് തോന്നിക്കും. അത്രേ ഉള്ളൂ, 4 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട. അതുപോലെ തന്നെയാണ് ഇത് വടപ്പരിപ്പ് 4 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ. അതും വെള്ളത്തിൽ കുതിരാൻ വെച്ചു. കുതിർന്ന് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നും. കൂട്ടത്തിൽ ഒരു 5 വറ്റൽമുളകും കൂടി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഒരു എന്താ പറയുക, ഇത് തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. മുളകാണെങ്കിലും വടപ്പരിപ്പാണെങ്കിലും. ഉഴുന്ന് നല്ലതായിട്ട് അരയണം, പക്ഷേ നല്ല ടൈറ്റായിട്ട്, ഒരുപാട് വെള്ളം ആകാണ്ട് നല്ല പതച്ച് അരച്ചെടുക്കണം, ടൈറ്റായിട്ട്. പിന്നെ അരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, ഡൊപ്പി അരി അഥവാ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് അരച്ചിട്ട് വരാം, അത് കാണിച്ചു തരാം. എന്നിട്ട് അപ്പോൾ അരി മിക്സിയിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇതിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കിയാൽ മതി. ഇത് ഒന്നിച്ച് അരയ്ക്കാൻ പറ്റില്ല, അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്.
ഇതാണ് ഒരു ഭാഗം ഞാൻ പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലോട്ടും ഇതുപോലെ അരച്ചെടുക്കാം. അങ്ങനെ അരി അരച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഉഴുന്നും അധികം വെള്ളം ചേർക്കാണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കണം, പേസ്റ്റ് പോലെ. അത് കഴിഞ്ഞിട്ട് മതി വടപ്പരിപ്പ് ലാസ്റ്റ്. ഓക്കെ, ഉഴുന്നും നല്ലതായിട്ട് പേസ്റ്റായിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു. നല്ല പതഞ്ഞ രീതിയിലായി. പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, 4 ടേബിൾ സ്പൂണാണ് കുതിർത്തരച്ചത്, അത്രയും മതി. അപ്പോൾ ഉഴുന്നരച്ച അതേ ബൗളിൽ തന്നെ ഞാൻ വാഷ് ചെയ്യുന്നില്ല, അതിൽ കുറച്ച് ഉഴുന്നിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിൽ തന്നെ ഇത് വടപ്പരിപ്പ് വറ്റൽമുളക് കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അതിൽ കുറച്ച് വടപ്പരിപ്പ് നമ്മൾ മാറ്റി വയ്ക്കണം, അത് മുഴുവനെ ഇടാനാണ്. അവിടെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്, തരിതരിപ്പായിട്ട്. അപ്പം ആ മുളകും കുറച്ച് തരിതരിപ്പായിട്ട് ഇങ്ങനെ കിടക്കും. ഇത് കൂടാണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 5 വറ്റൽമുളകാണ് ഞാനിതിൽ അരച്ചേർത്തത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ല, തരിതരിപ്പായിട്ട്. ഇതും പാത്രത്തിലേക്ക് മാറ്റും. ഇത് നോക്കി അരി അരച്ചത് റെഡി. ഇനി ഇതിനകത്തേക്ക് ഉഴുന്നിൻ്റെ നന്നായിട്ട് അരച്ച ഭാഗം അത് ചേർക്കാം. അപ്പോൾ മിക്സിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതേ വടപ്പരിപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും അരിയുടെ പ്രസൻസാണ് കൂടുതലായിട്ട് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് 2-3 കാര്യങ്ങളുണ്ട്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ആകും. ഒരു 1/4 ടീസ്പൂൺ, 1/2 മുതൽ 1/4 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ 3 പൊടികളായി കഴിഞ്ഞു: ഉപ്പ്, സോഡാപ്പൊടി, കായപ്പൊടി. പിന്നെ ഇഞ്ചി ഒരു 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ആവശ്യാനുസരണം, പച്ചമുളക് ഒരു 4 മീഡിയം സൈസ്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി വീണ്ടും കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. കൺസിസ്റ്റൻസി കാണുന്നുണ്ടല്ലോ അല്ലേ? ഉപ്പൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി മുളക് പൊടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. ഇതാണ് നേരത്തെ മാറ്റി വെച്ച വടപ്പരിപ്പ്, കുതിർന്ന വടപ്പരിപ്പ്. അത് കൂടി ചേർക്കണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണണം. അങ്ങനെയാണ് കാരം ഉടക്കുക. നമ്മൾ വറ്റൽമുളക് അരച്ച് ചേർത്തത് കൊണ്ട് മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ആണ്, അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ഇടാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഒരുപാട് എരിവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ധാരാളം മതി. ബിരിയാണി മുളകിൻ്റെ പൊടി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ നിറച്ചെടുത്തു. 1.5 വരെ ആകാം, പക്ഷെ നമ്മളിപ്പോൾ 5 വറ്റൽമുളക് അരച്ചല്ലേ, അതുകൊണ്ട് ഇത് മതി. നല്ല മയമുണ്ട് കേട്ടോ മാവിന്, കുഴപ്പമൊന്നുമില്ല. നല്ല സംഭവം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് ഇൻസ്റ്റൻറ്റ് വടയാണ്, പുളിക്കാനേ പാടില്ല. അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ മാവ് അരച്ച് റെഡിയാക്കി വെച്ചു. ഇത് പുളിക്കാനേ പാടില്ല, ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണം, അപ്പം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് നന്നായിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് ബാറ്ററിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല എന്താ പറയുക, തേച്ച് നല്ല ഫ്ലഫി ആക്കി വയ്ക്കുക. ഉഴുന്നിൻ്റെ അംശമൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമുക്ക് കുതിർക്കുമ്പോൾ തോന്നും അയ്യോ 4 ടേബിൾ സ്പൂണോ, അത് കുതിർന്ന് കഴിയുമ്പോൾ ഇത്രയും എന്ന് തോന്നില്ല. അങ്ങനെയൊന്നുമില്ല, അരിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഇതിനൊരു പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ട് ഇങ്ങനെ ചുമ്മാ കോരി ഇട്ടാൽ മതി. അപ്പോൾ ഒരു ഒരുപാട് ലൂസല്ല, ഒരുപാട് തിക്കല്ല, ആ ഒരു പാകം ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇടുക. അതായത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട്, നല്ല റൗണ്ടല്ല, ഇങ്ങനെ പല ഷേപ്പിൽ ഇങ്ങനെ വരും. പിന്നെ നല്ല ചൂടിലിടണം. അത് ഒന്ന് പുറം നന്നായിട്ടൊന്ന് കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ തീ കുറച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒരു ഇടത്തരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ക്രിസ്പിയായിട്ട്, പുറം നല്ല ക്രിസ്പിയായിട്ട് വറുത്തെടുക്കണം. ആ മെത്തേഡിൽ ചെയ്താൽ മതി. ഫുള്ള് ഭയങ്കര തീയിൽ ചെയ്യരുത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നല്ല ചൂടായിക്കോട്ടെ, പിന്നെ മീഡിയം, പിന്നെ ലോ ഫ്ലെയിം, ആ രീതിയിലാണ് വറുത്തെടുക്കേണ്ടത്. എണ്ണ ഒന്നും കുടിക്കില്ല, പേടിക്കേ വേണ്ട. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇനി നമുക്ക് ഇട്ട് തുടങ്ങാം.
വട വറുക്കാൻ ആവശ്യമായ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. അപ്പോൾ അതായത് വടയ്ക്ക് വേണ്ട എണ്ണ എന്ന് പറഞ്ഞാൽ മുങ്ങി കിടക്കാനുള്ള എണ്ണ വേണം. അപ്പോൾ ഇനി വട ഇട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച മാവ് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരുന്നല്ലോ, അതിൽ നിന്നും കൈ കൊണ്ടിങ്ങനെ കോരി കോരി എണ്ണയിലേക്ക് ഇട്ടാൽ മതി. വലിയ അതായത് കൈ നിറച്ചെടുക്കണം. അതിൻ്റെ സൈസ് ഇച്ചിരി വലുപ്പത്തിൽ വേണം. അതുകൊണ്ടാണ് ഏതാണ്ട് കൈ നിറയെ മാവ് കോരി ഇങ്ങനെ ഇടുക. അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഷേപ്പ് വേണ്ട കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടൊന്നും ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അതിൻ്റെ സ്വന്തം ഷേപ്പ് സ്വന്തമായിട്ട് തന്നെ ഫോം ചെയ്ത് വരും. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് എന്ന് പറയാം, പക്ഷേ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ കാരാവട ഇരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 എണ്ണം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ റെഡിയായി ഔട്ടർ കവറിങ് ഒരു ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ പിന്നെ ഫ്ലെയിം നമ്മൾ മീഡിയത്തിലേക്ക് മാറ്റുന്നു. അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നല്ല കരികരിപ്പായിട്ട് ഔട്ടർ കവറിങ് എല്ലാം നല്ല ക്രിസ്പി ആൻഡ് ബ്രൗൺ ആക്കി എടുക്കേണ്ടത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് ഇതുപോലെ ഈ ഒരു കളറിൽ കിട്ടണം. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി തുടങ്ങാം. ഇത് നോക്കി, വടയുടെ ശബ്ദം നോക്കി, പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ കേൾക്കാമല്ലോ അല്ലേ. അപ്പോൾ നല്ല കരുകരുപ്പാണ് ഔട്ട്സൈഡ്, ഇൻസൈഡ് നല്ല പാകത്തിന് വെന്തിട്ടും ഉണ്ടാകും. ഇതാണ് പാകം. ഇനി അടുത്ത ലോട്ട്, സെക്കൻഡ് ലോട്ട്, അതേ എണ്ണ തന്നെ ചൂടായി കിടക്കുന്നു. ഇതിലേക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ കോരി കോരി ഇടുന്നു. തേങ്ങാ ചമ്മന്തിയും കൂടി അരച്ച് വയ്ക്കാം. അപ്പോൾ വട ചൂടായിട്ട് തന്നെ കഴിക്കാമല്ലോ. അപ്പോൾ ചമ്മന്തിക്ക് 1 കപ്പ് തേങ്ങ ചെറിയത്. ഇത് പൊട്ടുകടല, നമ്മുടെ ഈ എന്താ പറയുക മിക്സ്ചറിനകത്തൊക്കെ കിടക്കില്ലേ, അതാണ് പൊട്ടുകടല. ഇത് വെള്ളത്തിൽ കുതിർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വലിയ കൊച്ചുള്ളി, 2 പച്ചമുളക്. ഇത് വൈറ്റ് കളറായിരിക്കും, പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഒരു കളർ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മതി, നിർബന്ധമില്ല, വേണമെങ്കിൽ. പിന്നെ ഇച്ചിരി ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് അരച്ചിട്ട് ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റിയിട്ടാണ് അരയ്ക്കാൻ എടുക്കേണ്ടത്. അങ്ങനെ ചമ്മന്തി റെഡി. ചമ്മന്തി ഇത് നോക്കിയൊരു ഭയങ്കര കട്ടിയല്ല, ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഭാഗം. എന്നാൽ വാട്ടറി അല്ല, ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം കുറേശ്ശെ ചേർത്തു. അത് ഇച്ചിരിയായിട്ട് ആദ്യം ഒരു 1/4 കപ്പ്, പിന്നെ ഇച്ചിരൂടെ, അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ. അപ്പോൾ പൊട്ടുകടലയെല്ലാം തേങ്ങയുടെ കൂടെയൊക്കെ അരിഞ്ഞ് നന്നായിട്ട് അത്യാവശ്യം ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഞാൻ അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചു കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊരു പച്ച കൂടുതലായിട്ട് കാണുന്നത്. പെർഫെക്റ്റാണ്. എരിവും അത്യാവശ്യം നല്ല എരിവുണ്ട്, ഉപ്പെല്ലാം കറക്റ്റാണ്. ഇതാണ് നമ്മുടെ ചമ്മന്തി. അങ്ങനെ കാരാവട കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല കരികരിപ്പാണ്, ക്രിസ്പി. ലാസ്റ്റ് കുട്ടി ഈ അളവിൽ നിന്നും 14 എണ്ണം. ഓക്കെ, 14 വലിയ കാരാവട ഞാൻ ഉണ്ടാക്കി. ഇത്രയും സൈസ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ കിട്ടും, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു സൈസ്. അത്ര തന്നെ വേണം. തീയെല്ലാം ഓഫ് ചെയ്തു. ഇനി ഒരെണ്ണം കഴിച്ച് കാണിക്കാം, ഒഫീഷ്യലി കഴിച്ച് കാണിക്കാം. പിന്നെ നമ്മുടെ ചായ, മസാല ചായക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഗ്ലാസ് ഉണ്ട്. ഇത് ഞാൻ അന്ന് വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ മേടിച്ചാണ്. നല്ല രസമല്ലേ. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ചായ ഇതിനകത്ത് വെച്ചിട്ട് 6 കപ്പുണ്ട് ഇതിനകത്ത്, അതിൽ കൊടുക്കാം. ഞാനൊരു കൗതുകത്തിന് എടുത്തു എന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് 2 കപ്പല്ലേ ഉള്ളൂ. 2 കപ്പ് ചായ അത്ര ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി മസാല ചായ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ട മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ചാക്കി ചതച്ചെടുക്കാം.
മസാല ചായക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാണ്, ചതച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ചായ പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം, അതിലേക്ക് ചതച്ച മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇപ്പോഴേ നല്ല ചൂടായി കഴിഞ്ഞു, മസാലയും വെള്ളവും എല്ലാം കൂടി ചേർന്ന്. ഇനി നമ്മളിതിലേക്ക് തേയില ഇടണം. ഇപ്പോൾ തേയില എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇപ്പോൾ ഇലത്തേയിലയാണ് ഇടുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം തിളച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇടാം. ഒരു 2.5 ടീസ്പൂണോളം ഇലത്തേയില. ഇനി സാധാരണ ഡസ്റ്റി ആണെങ്കിൽ 2 ടീസ്പൂൺ തന്നെ ധാരാളം മതിയാകും. അത് മാത്രമല്ല, വെള്ളം തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, എന്നാലും 2 ടേബിൾ സ്പൂൺ കറക്റ്റായിരിക്കും ഏകദേശം. ഇനി എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തീ അല്പം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. തിളച്ച് ആ തേയിലയൊക്കെ നന്നായിട്ട്, മസാലയും തേയിലയും ഒക്കെ ആ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഇറങ്ങും. അപ്പോൾ ഏതാണ്ട് റെഡിയാണ്. ഇനി 1 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന പാലാണ്. ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ പാൽ കാച്ചാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ചൂടായ പാൽ തന്നെ ഒഴിക്കണം, ബോയിലിംഗ് മിൽക്ക്. ഇനി എല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടട്ടെ. നോക്കി, നല്ല ചന്ദന നിറമുള്ള നല്ല അടിപൊളി മസാല ചായ റെഡി. നല്ല അത്യാവശ്യം നല്ല കടുപ്പമൊക്കെ ഉണ്ട്. പിന്നെ ഇത് കടുപ്പൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. 2.5 ടീസ്പൂൺ വരെ ആകാം. ഇനി പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചായ എന്ന് പറഞ്ഞാൽ അടിച്ച ചായയാണല്ലോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഈ അടിച്ച ചായ ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു. അങ്ങനെ മസാല ചായയും റെഡി. പുറത്ത് നല്ല മഴയും അകത്ത് നല്ല ചൂട് കാരാവടയും മസാല ചായയും. ചമ്മന്തി എടുക്കട്ടെ. ചമ്മന്തി ഇത് കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്ര നല്ലതാണ്. അപ്പം എങ്ങനെ വരും. ആഹാ, കറിവേപ്പില അതൊക്കെ പറഞ്ഞില്ലേ, മുളകിൻ്റെ തരി ഇങ്ങനെ കാണാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇടയ്ക്കിതേ മുഴുവനുള്ള പരപ്പ് കാണാം. എന്ത് ടേസ്റ്റാണ് അറിയോ. ആഹാ, അടിപൊളിയാണ്, എക്സലൻറ്റ്. എനിക്ക് ആ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അവരുടെ ട്രേഡ് സീക്രട്ട് എല്ലാം അവർ പറഞ്ഞു തന്നു. നമുക്ക് വീട്ടിൽ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളും. മസാല ചായ, നല്ല മസാലയുടെയൊക്കെ മണം. ഞാൻ ചായ കുടിക്കില്ല കേട്ടോ, ഞാനിങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് കാണിക്കുവാണേ. നൈസ്. മൈ ഫേവറേറ്റ് ഇസ് വട വിത്ത് ചമ്മന്തി. കാരാവട എനിക്കിഷ്ടം. അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നു, അകത്ത് ചൂട് കാരാവടയും ചമ്മന്തിയും മസാല ചായയും. ഇതാണ് കോമ്പിനേഷൻ. എന്തായാലും ഈ ഒരു സ്നാക്ക് ഐറ്റം, ഈ ഒരു കാരാവട ട്രിവാൻഡ്രം സ്പെഷ്യലാണ്. കാരാവട ഉണ്ടാക്കാൻ മറക്കണ്ട. അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ, ട്രിവാൻഡ്രംകാരല്ലാത്ത ആൾക്കാർ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. കമൻറ്റ് ബോക്സിലേക്ക് ഓടി വരിക. ഞാൻ എന്തായാലും എപ്പോഴെങ്കിലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് നോക്കിയിട്ട് പഴയ കമൻസൊക്കെ എടുത്ത് വായിച്ചിട്ട് വീണ്ടും ഞാൻ മറുപടി കൊടുക്കാൻ വിട്ടുപോയതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.